ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇന്നും ഇറാന്റെ മിസൈൽ ആക്രമണം. ഇന്ന് മാത്രം UAEക്ക് നേരെ വന്ന 5 ബാലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളുമാണ് UAE പ്രതിരോധ സേന പ്രതിരോധിച്ചത്. ഉമ്മുൽ ഖുവൈനിലെ അൽത്തവ് പ്രദേശത്ത് ഒരു വ്യവസായ കേന്ദ്രത്തിന് സമീപം ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റതായി ഉമ്മുൽ ഖുവൈൻ ഗവൺമെന്റ് മീഡിയ ഓഫീസ് സ്ഥിരീകരിച്ചു. ഫുജൈറയിലെ അൽ റിഫയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ കൃഷിയിടത്തിൽ വീണ് ബംഗ്ലാദേശി തൊഴിലാളി മരിച്ചു. ഇതോടെ UAEയിൽ മാത്രം മരണസംഖ്യ 12ആയി. ഇറാനിയൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കിടെ അവശിഷ്ടങ്ങൾ വീണാണ് മിക്കവരും കൊല്ലപ്പെട്ടത്. ഖത്തറിലെ ദോഹ തീരത്ത് നിർത്തിയിട്ട കപ്പലിന് നേരെ ഇന്ന് പുലർച്ചെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു. ആളപായം ഇല്ല. കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. അവിടെ ഇന്ധന ടാങ്കുകൾക്ക് തീപിടിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തിൽ ബഹ്റൈനിലെ ഒരു കമ്പനിക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇറാനിലെ സൈനിക പ്രവർത്തനങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2-3 ആഴ്ചകൾക്കുള്ളിൽ പിന്മാറാനാണ് തീരുമാനം. ഇറാനുമായി ഏതെങ്കിലും കരാറിൽ എത്തുന്നതിനെ ആശ്രയിച്ചല്ല US പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടതെന്നും ട്രംപ് വ്യക്തമാക്കി. അവർ എന്നോട് ഒരു കരാറിൽ ഏർപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ട്രംപിന്റെ മുൻ തീരുമാനത്തിന് വിരുദ്ധമാണ് ഇത്. യുദ്ധത്തിൽ തങ്ങളുടെ പക്ഷത്ത് ചേരാതിരുന്നതുകൊണ്ട് തന്നെ നാറ്റോയിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നാറ്റോ ഒരു കടലാസ് കടുവയാണെന്നും അത് തനിക്കറിയാമെന്നും പുടിനും അതറിയാമെന്നും അദ്ദേഹം ആക്ഷേപിച്ചു. അതേസമയം ട്രംപിന്റെ വാക്കുകളിൽ തങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ലെന്നും ഇത് സംബന്ധിച്ച് തങ്ങളുമായി യാതൊരു ചർച്ചയും നടക്കുന്നില്ലെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത്. യുദ്ധം 33-ാം ദിവസം ഇറാനിലും ഗൾഫിലും ഇസ്രയേലിലും വ്യാപകമായ ആക്രമണം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ US ആക്രമണം അന്ത്യത്തിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. ബൈറൂത്തിലെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർ യൂസഫ് ഇസ്മായിൽ ഹാഷിം ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രയേലി വൃത്തങ്ങൾ അറിയിച്ചു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ടെൽ അവീവിലെ 4 നില കെട്ടിടം തകർന്നു. ഒരാൾക്ക് പരിക്കേറ്റു. ഇസ്രായേലിലേക്ക് ഇറാൻ നിരന്തരമായി മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നതായാണ് റിപ്പോർട്ട്. രാജ്യത്തെ മിക്കവാറും എല്ലാവരും ബങ്കറുകൾക്കുള്ളിലാണ്. UAEയിൽ അവശ്യ സാധനങ്ങളുടെ വില കൂട്ടില്ലെന്ന് അധികൃതർ. പ്രവർത്തന സന്നദ്ധതയും തന്ത്രപരമായ കരുതൽ ശേഖരത്തിന്റെ ശക്തിയും വിലയിരുത്തുന്നതിനായി സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൗഖ് അൽ മാരി, ഗ്രാൻഡ് മിൽസ്, അബുദാബി വെജിറ്റബിൾ ഓയിൽ കമ്പനി എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ഭക്ഷ്യ ഉൽപ്പാദക മേഖലകളിൽ സന്ദർശനം നടത്തി. റീറ്റെയിൽ സ്ഥാപനങ്ങളിലടക്കം കർശനമായ പരിശോധന തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇറാൻ UAEക്ക് നേരെ സൈബർ ആക്രമണവും തുടങ്ങി. ഇറാനുമായി ബന്ധമുള്ള സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത ഹാക്കർമാർ ഇപ്പോൾ UAEക്കെതിരെ അത്യാധുനിക സൈബർ ആക്രമണങ്ങൾ നടത്താൻ ChatGPT പോലുള്ള കൃത്രിമ ബുദ്ധി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഭീഷണികളുടെ സ്വഭാവം പരമ്പരാഗത ചാരവൃത്തിയിൽ നിന്ന് AI അധിഷ്ഠിത അട്ടിമറിയിലേക്ക് നാടകീയമായി മാറിയിരിക്കുന്നുവെന്നാണ് ഷാർജ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി സംഘടിപ്പിച്ച മറായ പോഡ്കാസ്റ്റിംഗിൽ സംസാരിച്ച UAE സർക്കാരിൻ്റെ സൈബർ സുരക്ഷാ മേധാവി ഡോക്ടർ മുഹമ്മദ് അൽ കുവൈറ്റി അറിയിച്ചത്. UAE നികുതി നടപടിക്രമങ്ങൾ കർശനമാക്കി. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമത്തിൽ നികുതി വെളിപ്പെടുത്തലുകൾ, റീഫണ്ടുകൾ, ഓഡിറ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് സൂക്ഷിക്കൽ എന്നിവയിൽ പുതിയ നടപടിക്രമങ്ങൾ വരും. സുതാര്യത വർദ്ധിപ്പിക്കുക, നികുതി നടപടിക്രമങ്ങളുടെ കൃത്യതയും സമഗ്രതയും ഉറപ്പാക്കുക, നീതിദായകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് ഭേദഗതിയുടെ ലക്ഷ്യമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. UAEയിൽ മഴ തുടരും. ഭാഗികമായ നേരിയ മഴ ഈ ആഴ്ച മുഴുവനും തുടരാനാണ് സാധ്യത. ശനി, ഞായർ ദിവസങ്ങളിൽ വടക്കൻ തീരപ്രദേശങ്ങൾ മേഘാവൃതമായിരിക്കും. നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കടൽ വീണ്ടും പ്രക്ഷുബ്ധമാകുമെന്നാണ് സൂചന. പ്രവാസികളെ അവഗണിച്ചവർക്കെതിരെ കേരളം വിധി എഴുതുമെന്ന് ഇൻകാസ് ദുബായ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ. UDF ദുബായ് തൃശൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF തൃശൂർ ജില്ലാ ചെയർമാൻ ഫിറോസ് മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ KMCC ദുബായ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ ഏറാമല മുഖ്യ പ്രഭാഷണം നടത്തി. BA നാസർ, അഡ്വക്കേറ്റ് ആഷിഖ് തൈക്കണ്ടി, സമത് ചാമക്കാല, CA ബിജു, മുഹമ്മദ് വെട്ടുകാട്, B പവിത്രൻ, ഷൈജു അമ്മാനപ്പാറ, ഷിജി അന്ന ജോസഫ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ജനറൽ കൺവീനർ ഗഫൂർ പട്ടിക്കര സ്വാഗതവും ട്രഷറർ അബു ഷമീർ നന്ദിയും പറഞ്ഞു. നാട്ടിലെ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനായി കോൾ ഫോർ UDF ക്യാമ്പയിൻ നടത്താനും യോഗം തീരുമാനിച്ചു.